ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ വിഷുവിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ ട്രാവലിംഗ് ഒക്കെ ആയത് കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് വിഷുവിൻ്റെ തലേ ദിവസമാണ്. അതുകൊണ്ട് യാത്ര ചെയ്ത ക്ഷീണമൊക്കെ മാറ്റി നെക്സ്റ്റ് ഡേ എണീറ്റ് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എണീറ്റ് വന്നതും ആ ഒരു നല്ല ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് ഉമ്മറത്തുള്ള പൂക്കളാണ് ആദ്യം തന്നെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് കുളിച്ചൂടേട്ടാ, അറ്റ്ലീസ്റ്റ് ഡ്രസ്സെങ്കിലും മാറ്റിക്കൂടെ? ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയും സാമ്പാറായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നേരെ പോയത് ചാമ്പയ്ക്ക പൊട്ടിക്കാനായിട്ടാണ്. ഇത് ഉള്ളത് കുറച്ചെങ്കിലും ഉള്ളത് ഇപ്പൊ നിലത്താണ് വീണ് കിടക്കണം തോന്നുന്നു. ബാക്കി മരത്തുമ്പൊന്നും. ഈ കാണുന്നതൊക്കെ കറിവേപ്പിലയുടെ തൈയാണ് കേട്ടോ. കഴിഞ്ഞു ചാമ്പയ്ക്കൊക്കെ. ബാക്കിയുള്ളത് വേണമെങ്കിൽ വരണം, ഞാൻ തരാം. ആകെ കുറച്ച് ചാമ്പയ്ക്കാണ് മരത്തിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിലത്തായിരുന്നു കേട്ടോ. അപ്പോൾ മാക്സിമം ഞങ്ങളൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് തട്ടിയിട്ടും കുലുക്കിയിട്ടും ഒക്കെ വീഴ്ത്താൻ നോക്കി. എന്നാലും ആകെ 1-2 ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കിളികൾ കൊത്തിയിട്ടും തന്നെ താഴെ വീണിട്ടൊക്കെ നിലത്താണ് കിടക്കുന്നുണ്ടായിരുന്നത്. നല്ല ചുവപ്പ് കളറുണ്ട് കേട്ടോ. വീടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഈ ഒരു മാവിൽ നമുക്ക് കൈകൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്ന പാകത്തിന് കുറേ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ നേരെ താഴെ തന്നെ മെയ് ഫ്ലവർ അല്ലെങ്കിൽ മെയ് മാസപ്പൂലരിയും എല്ലാം കൂടെ ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ എന്താ ചെയ്യണം വാൾട്ടിയെ? പച്ചമാങ്ങ ഉപ്പും മുളക് ഇടാനാ? എനിക്കും തരണം കേട്ടോ. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചോദിച്ച് വാങ്ങാറുള്ളൊരു പണിയാണ് കേട്ടോ ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുക എന്നുള്ളത്. ഞാൻ വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. മാൾട്ടി മാങ്ങയൊക്കെ ചെത്തി ഉപ്പും മുളകൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം കഴിച്ചുള്ളൂ. ഒടുക്കത്തെ പുളിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ കുടിക്കാനായിട്ട് അമ്മ തേങ്ങാവെള്ളവും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്തമാനവും പറഞ്ഞ് വെജിറ്റബിൾ കട്ടിങ്ങും ലഞ്ചിനുള്ള ബാക്കി പരിപാടികളൊക്കെ ഇരുന്ന് അങ്ങോട്ട് ചെയ്തു. അച്ഛനും ഏട്ടനും പേപ്പർ വർക്ക്സും കണക്കൂട്ടിലൊക്കെ ആയിട്ട് അതിൽ ബിസി ആയിരുന്നു. അങ്ങനെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഫുഡ് അടിക്കാണ് പോകുന്നത്. എനിക്ക് ഈ ഇലയിൽ വിളമ്പി കഴിക്കാമെന്നാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിപ്പോൾ വിശേഷ ദിവസങ്ങൾ തന്നെ വേണമെന്ന് യാതൊരു ഇത് നിർബന്ധമില്ല. നല്ല ടേസ്റ്റിൽ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം. പിന്നെ പാത്രം എന്തായാലും കഴുകണ്ടല്ലോ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം നേരെ അടുത്ത പരിപാടിക്ക് ഇരുന്നു. ഇത് ഇവിടെ മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ. പ്രത്യേകിച്ച് വിഷുവിൻ്റെ സമയത്തൊക്കെ അട വരുത്തുക എന്നുള്ളത്. ഞാൻ മലപ്പുറത്താണ്. ഞങ്ങൾ പൊതുവേ അട ഉണ്ടാക്കാറുണ്ട്. പക്ഷേ വിഷുവിനായിട്ട് അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. ഇവിടെ ഞാൻ അധികം അട ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് ഈ വിഷുവിനൊക്കെയാണ്. അട വരുത്താൻ വേണ്ടി പോണതിൻ്റെ മുന്നേ ഒരു പടക്കം പൊട്ടിക്കും കേട്ടോ. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് അട വരുത്തലായിരിക്കും. പ്ലാഷിൻ്റെ ഇലയിലാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. കുറച്ച് ലൂസിലാണ് മാവ് ആക്കിയെടുക്കുക. എന്നിട്ട് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കും. വിഷുവിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കും. കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനും പിന്നെ കണി വെക്കാനും വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കാരണം വിറകടുപ്പിൽ വലിയൊരു ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. ചെമ്പിൻ്റെ ഉള്ളിൽ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം വാഴയുടെ തണ്ടും പിന്നെ വൈക്കോലാണെന്ന് തോന്നുന്നു അതും കൂടി വെച്ചതിന് ശേഷമാണ് ഈ പരത്തി വെച്ചിട്ടുള്ള അട ഓരോന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത്. എന്നിട്ട് വിറകടുപ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. സഹായിക്കുകയാണെന്നുള്ള പേരും പറഞ്ഞിട്ട് ഏട്ടനും അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അട റെഡി ആവാനായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ വടുക്കോറത്തുള്ള ബാക്കി പൂക്കളും കൂടി കുറച്ചേരൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കനകാമ്പരാണ്. ഇതാണ് ചക്കമുല്ല. ഈ ഒരു പൂവിനെ കുറിച്ചിട്ട് ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത് അമ്മയുടെ തറവാട്ട് വീട്ടിൽ ചെന്നപ്പോഴാണ്. ഇതും കനകാമ്പരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം പണിയെടുത്തിട്ട് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. ആ ക്ഷീണം മാറ്റാനായിട്ട് ഉമ്മറത്തിരുന്നിട്ട് എല്ലാവരും വർത്തമാനം പറഞ്ഞ് ചില്ലിങ്ങാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചക്ക നന്നാക്കിയതും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ പിള്ളേർ പടക്കം പൊട്ടിക്കാനായിട്ട് എത്തി. ഇത് കണി വെക്കാനുള്ള ഉരുളിയും വിളക്കൊക്കെയാണ് കേട്ടോ. ഒരു 5-5:30 ആയപ്പോഴത്തേക്കും വലിയച്ഛൻ്റെ പേരക്കുട്ടികളും എത്തിയിട്ടുണ്ട് വിഷു ആഘോഷിക്കാനായിട്ട്. സാധാരണ ഞങ്ങൾ വിഷു ഓണം എല്ലാതും തറവാട്ടിൽ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. ഇത്തവണ സ്പെഷ്യലായിട്ട് വിഷു പരിപാടികളൊന്നും തന്നെ തറവാട്ടിലില്ല. അങ്ങനെ ഇത് വിഷു സ്പെഷ്യൽ അടവട റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ വാഴൻ്റെ ഇലയിലാണല്ലോ അടയൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് പ്ലാഷിൻ്റെ ഇലയിൽ അട ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നത്. എന്തായാലും ഇതും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും എനിക്ക് അട എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളത്. എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അതിപ്പോൾ പുഴുങ്ങിയതായാലും ചുട്ടതായാലും എനിക്ക് ഒരുപോലെ ഇഷ്ടമുള്ള സാധനമാണ് ഈ അട. ഏട്ടൻ്റെ വീടിൻ്റെ നേരെ മുന്നിൽ അമ്പലമാണ്. അപ്പോൾ അവിടെ പാട്ട് വെച്ചപ്പോൾ ആ ഒരു വൈബ് പിടിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോഴാണ് മുല്ലപ്പൂ ഞാൻ ശ്രദ്ധിച്ചത്. പണ്ട് ഇതിനേക്കാളും കുറേ മുല്ലപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ണിക്കുട്ടേട്ടൻ സിംഗപ്പൂരിലുള്ള അരുണേട്ടനെ വിളിച്ചിട്ട് വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. സാധാരണ അരുണേട്ടൻ വിഷുവിൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇത്തവണ അരുണേട്ടനും ഫാമിലിയും സിംഗപ്പൂരാണ്. അതുകൊണ്ട് അവർക്കെല്ലാം മിസ്സായിപ്പോയി.
അടുത്തത് ഡിന്നർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിക്കൻ കറിയാണ് ആദ്യം വെക്കാൻ വേണ്ടി പോകുന്നത്. മസാലയൊക്കെ അമ്മ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി ഇനി. ഫുഡ് ഉണ്ടാക്കണതിൻ്റെ സൈഡ് ബൈ സൈഡ് പടക്കം പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പും അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഇരുട്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാലാണല്ലോ പടക്കം പൂത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു റൗണ്ട് പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നല്ല ചൂടോടക്കനെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ അപ്പോഴാണ് ഉണ്ടാക്കിയത്. ഡിന്നറിന് സ്പെഷ്യലായിട്ടൊന്ന് നൈസ് പത്രി ചിക്കൻ കറിയാണ്. നൈസ് പത്രി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാരുള്ളത് കാരണം നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ചിക്കൻ ഫ്രൈ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. കുറച്ച് മാങ്ങയും ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതും എല്ലാവരും കഴിച്ചു. വെല്ലിച്ചൻ്റെ മോനും വൈഫ് അഞ്ചു ചേച്ചി അപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവരുടെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വീണ്ടും സെക്കൻഡ് റൗണ്ട് പടക്കം പൊട്ടിക്കലിന് വേണ്ടിയിട്ടിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ച് തീർത്തിരുന്നു. ഇവരെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വലിയ സാധനങ്ങൾ പൊട്ടിക്കാൻ. ലാസ്റ്റ് മാലപ്പടക്കം കൂടി പൊട്ടിച്ചിട്ട് പരിപാടി അവസാനിപ്പിച്ചു. അങ്ങനെ പടക്കം പൊട്ടിക്കലും ചെറിയ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും രാത്രി ഡിസ്പേഴ്സ് ആയിപ്പോയി. നെക്സ്റ്റ് ദിവസത്തേക്കുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇനി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. മൂണേട്ടൻ നല്ല അടിപൊളിയായിട്ടൻ ഇരിക്കുന്നുണ്ട് അല്ലേ. രാത്രിയായപ്പോൾ മുല്ലപ്പൂവൊക്കെ വിരിഞ്ഞതിൻ്റെ നല്ല മണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് വിഷുക്കണിയും കൂടി ഒരുക്കിയിട്ട് എല്ലാവരും പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.